ഹലോ ഗൈസ്, ട്രാവൽ തക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ യൂട്യൂബ് കണ്ടൻറ്റിന് വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. കോളേജിൽ നിന്ന് ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ സ്ഥലത്തിൻ്റെ ഭംഗി കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ സ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ ഗൈസ്, നെയ്യാർ ഡാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നെയ്യാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തെക്കേ അറ്റത്ത്, അതായത് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന പ്രദേശത്തുള്ള കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കാട്ടാക്കട പഞ്ചായത്തിലെ കള്ളിക്കാട് ഗ്രാമത്തിലാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1958 നിർമ്മിച്ച ഈ അണക്കെട്ട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. 294.83 മീറ്റർ നീളവും 56.08 മീറ്റർ ഉയരവുമുള്ള ഈ ഡാമിന് 1,05,000 മീറ്റർ ക്യൂബ് അഥവാ 1,05,000 ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനുള്ള ശേഷിയുണ്ട്. നെയ്യാർ ഡാമിന് മൊത്തം 4 സ്പിൽവേകളുണ്ട്. സ്പിൽവേ ശേഷി 809 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അതായത് സെക്കൻഡിൽ 809 ഘനമീറ്റർ ജലം സ്പിൽവേയിലൂടെ കടന്നുപോകും. റിസർവോയറിൻ്റെ മൊത്തം ശേഷി 106 കോടി മീറ്റർ ക്യൂബ്, അതായത് 8,59,356 ഏക്കർ അടിയും ഇതിൻ്റെ സജീവ ശേഷി 101 കോടി ഘനമീറ്റർ, അഥവാ 8,18,820 ഏക്കർ അടിയും. റിസർവോയറിൻ്റെ ഉപരിതല പ്രദേശം 91 കിലോമീറ്റർ സ്ക്വയർ, അഥവാ 35 ചതുരശ്ര മൈൽ ഉണ്ട്. ഗ്രാവിറ്റി അണക്കെട്ടുകളിലൊന്നായ നെയ്യാർ ഡാമിൻ്റെ ചരിത്രം നോക്കിയാൽ കൃഷിക്കാരനായ കൃഷ്ണൻ പണിക്കർ, ജാനകി, തങ്കമ്മ, മരുത്തുമൂട്ടിൽ കുടുംബം, ജലസേചനത്തിനായി മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ നൽകിയ ഭൂമിയിലാണ് നെയ്യാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1958 സ്ഥാപിതമായ പിക്നിക് സ്പോട്ടായ നെയ്യാർ ഡാം 1975 ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് സിംഹ സഫാരി പാർക്ക്, ബോട്ട് യാത്ര, മാനുദ്യാനം, മുതല വളർത്തൽ കേന്ദ്രം, വന്യജീവി സംരക്ഷണ കേന്ദ്രം, സ്വിമ്മിംഗ് പൂൾ, വാച്ച് ടവർ, തടാക ഉദ്യാനം, ശുദ്ധജല അക്വാറിയം, തുറന്ന ജയിൽ, കാളിപ്പാറ ക്ഷേത്രം, കുട്ടികളുടെ ഉദ്യാനം, ശിവാനന്ദ ആശ്രമം എന്നിവ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നായ സിംഹ സഫാരി പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെയ്യാർ ഡാമിനടുത്തായി 40,468.564 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വന്യമൃഗ സംരക്ഷണ പാർക്കാണ് സിംഹ സഫാരി പാർക്ക്. ഇവിടെ പ്രധാനമായും സിംഹത്തെ സംരക്ഷിച്ചു വരുന്നു. നെയ്യാർ ഡാമിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തതും കൂടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും 2023 ജൂലൈ 2-നാണ്. ലോകപ്രശസ്തവും കേരളത്തിലെ ഒരേ ഒരു സിംഹ സഫാരി പാർക്കുമായതിനാൽ നെയ്യാർ ഡാമിൽ പോകുമ്പോൾ പാർക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സിംഹത്തിൻ്റെ കുറവ് കാരണം അന്നത് ക്ലോസ്ഡ് ആയിരുന്നു. 1985 സ്ഥാപിതമായ ഈ പാർക്കിൽ സിംഹത്തെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കൂട്ടിലടക്കാതെയാണ് വളർത്തുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് സിംഹത്തിൻ്റെ ആവാസ വ്യവസ്ഥയും കാട്ടിലെ ജീവിതശൈലിയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നെയ്യാർ ഡാമിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് യാത്ര ആസ്വദിക്കാനാകും. ബോട്ടിൽ കയറുന്നതിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ് ബോട്ടിംഗ്. ബോട്ട് മാർഗം മാത്രമാണ് ലാൻഡ് സഫാരി പാർക്കിലേക്ക് പോകാനാവുക. കാരണം സിംഹങ്ങളെ നെയ്യാർ റിസർവോയറിലെ ഒരു ദ്വീപിലാണ് സംരക്ഷിച്ചു വരുന്നത്. ബോട്ട് മാർഗം ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വനംവകുപ്പിൻ്റെ വാഹനത്തിലാണ് സഫാരി പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു പാക്കേജ് പോലെയാണ്. നെയ്യാർ ഡാമിലെത്തുന്നവർക്ക് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ബുക്കിംഗ് ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെയ്യാർ ഡാമിലെ മുതല വളർത്തൽ കേന്ദ്രവും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. 1977 സ്ഥാപിതമായ മുതല വളർത്തൽ കേന്ദ്രം പ്രകൃതിശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീവ് ഇർവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. കേരള സർക്കാരാണ് മുതല വളർത്തൽ കേന്ദ്രത്തിന് സ്റ്റീവ് ഇർവിൻ നാഷണൽ പാർക്ക് എന്ന പേര് നൽകിയത്. ഇവിടെ മുതലകളെ കൂട്ടിലടക്കാതെയാണ് വളർത്തുന്നത്. ദൂരെ യാത്ര ചെയ്ത് നെയ്യാർ ഡാമിലേക്ക് എത്തുന്നവർക്കായി കോട്ടേജ് സൗകര്യവും ഇവിടെയുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ഇവിടെ ഒറ്റ ചാർജാണ്. ഒരുപാട് പാക്കേജുകൾ ഉള്ളതുകൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാക്കേജുകൾ സെലക്ട് ചെയ്യാം. പാക്കേജിന് മാറ്റം വരുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ടാകും. നെയ്യാർ ഡാമിലെ മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് നെയ്യാർ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 32 കിലോമീറ്റർ മാറി നെയ്യാർ അണക്കെട്ടിൻ്റെ സംരക്ഷണ മേഖലയിൽ ഏകദേശം 128 കിലോമീറ്റർ സ്ക്വയർ, അതായത് 128 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഗൈസ് നെയ്യാർ റിസർവോയർ. നൈസല്ലേ കാണാൻ. ഡേഞ്ചറിൻ്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മുന്നറിയിപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇതിലോട്ടിറങ്ങിപ്പോകാൻ. നല്ല തെളിഞ്ഞ വെള്ളം, കാണാൻ നല്ല സീനറിയുണ്ട്. അപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നുവെന്ന് തോന്നുന്നു.
എൻ്റെ കൂടെ വന്നവന്മാർ ഇതിന് ആറെന്നും റിവറെന്നും ഒക്കെ പറയുന്നു. ഇത് ആറും റിവറും ഒന്നും അല്ല ഗൈസ്. പശ്ചിമഘട്ടത്തിലെ ഭൂരിഭാഗം മഴവെള്ളവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതുകൊണ്ട് ഇതിനെ ഒരു തടാകമായി കണക്കാക്കാം. നിത്യഹരിതവനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട നെയ്യാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യകൂട വനപ്രദേശത്തിൻ്റെ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാമിലെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ മൃഗശാലകളിൽ നിന്നും കൊണ്ടുവന്ന സിംഹങ്ങളെ കൂടാതെ ആന, കടുവ, പുലി, കാട്ടുപൂച്ച, കാട്ടുനായ, കരടി, കാട്ടുപോത്ത്, വരയാട്, മാൻവർഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മ്ലാവ്, കേഴമാൻ, പന്നി, നാടൻ കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, മലയണ്ണാൻ, കരിങ്കുരങ്ങ് മുതലായ വന്യജീവികളും ചേരക്കൊക്ക്, ചെറുമുണ്ടി, മൊങ്ങാങ്കോഴി എന്നിങ്ങനെയുള്ള പക്ഷി ഇനങ്ങളും ഇവിടെയുണ്ട്. നെയ്യാർ ഡാമിലെ ബോട്ടിങ്ങിലൂടെ ലാൻഡ് സഫാരി പാർക്ക് കണ്ടു കഴിഞ്ഞാൽ ബോട്ട് മാർഗം മുതലവളർത്തൽ ദ്വീപിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം വനത്തിലൂടെ ട്രക്കിംഗ് ചെയ്ത് മാൻ ഉദ്യാനത്തിലേക്ക് എത്തിച്ചേരാം. അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് നെയ്യാർ ഡാമിലേക്ക്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ബോട്ടിങ്ങും ട്രക്കിങ്ങും ഉൾപ്പെടുന്ന 2 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഈ പാക്കേജിൽ ലാൻഡ് സഫാരി പാർക്ക്, മുതല വളർത്തൽ കേന്ദ്രം, മാൻ ഉദ്യാനം എന്നിവ സന്ദർശിക്കാനാകും. ഗൈസ്, ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. നെയ്യാർ ഡാമിലെ വാച്ച് ടവറിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇവിടുത്തെ പാക്കേജിൻ്റെ ചിലവുകൾ പറയാം. ആദ്യം നെയ്യാർ ഡാമിലേക്കുള്ള എൻട്രി ഫീ പറയാം. ഇന്ത്യയിൽ നിന്നുള്ള മുതിർന്നവർക്ക് 10 രൂപയും വിദേശിയാണെങ്കിൽ 100 രൂപയും. കുട്ടികൾക്ക് ഇന്ത്യനായാലും വിദേശിയായാലും എൻട്രി ഫീ ഇല്ല. പിന്നെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഇവിടെ ഫീസില്ല. പിന്നെ പാക്കേജിൻ്റെ ചിലവുകൾ പറയുകയാണെങ്കിൽ മുതിർന്നവർക്ക് ഇന്ത്യനാണെങ്കിൽ 395 രൂപയും വിദേശിയാണെങ്കിൽ 555 രൂപയും. കുട്ടികൾക്ക് ഇന്ത്യനാണെങ്കിൽ 200 രൂപയും വിദേശിയാണെങ്കിൽ 315 രൂപയും. ഭിന്നശേഷിക്കാർക്ക് 160 രൂപയുമാണ് ഇവിടുത്തെ ഒരു പാക്കേജിൻ്റെ ചിലവ്. പിന്നെ പാക്കേജ് മാറുമ്പോൾ റേറ്റിനും വ്യത്യാസം വരും. നെയ്യാർ ഡാമിലെ അടുത്ത ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. എന്നാൽ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കണ്ടത്. നെയ്യാർ ഡാമിലെ വാച്ച് ടവറിൻ്റെ ഹിസ്റ്ററി അറിയാമെന്നുള്ളവർ വീഡിയോ എടുത്ത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും വാച്ച് ടവറിൻ്റെ ഡിസൈൻ നന്നായിട്ടുണ്ട്. നല്ല സ്ക്വയർ ഷേപ്പിൽ 5 നിലകളിലായിട്ടാണ് വാച്ച് ടവറിൻ്റെ നിർമ്മാണം. കാണാൻ 5 നിലയുള്ളതുപോലെ തോന്നുമെങ്കിലും 5 നിലയുടെ പൊക്കമൊന്നുമില്ല. ഇതാണ് ഗൈസ് വാച്ച് ടവറിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ. ഇതിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാൻ ഞാൻ ഓടിക്കയറുന്നതൊന്നുമല്ല, കൂടെ ഉള്ളവന്മാർ തള്ളി ഉന്തി വിടുന്നതാണ്. അന്ന് 4 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ടവറിൻ്റെ മുകളിൽ കയറിയത്. ഡാമിൻ്റെ ഫ്രണ്ട് ഗേറ്റിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വൈകിട്ട് 4 മണിയാകുമ്പോൾ കാട്ടാക്കടയിൽ നിന്നും ഒരു ബസ് എത്തും. ഉടനെ തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. വീട് നല്ല ദൂരെ ആയതുകൊണ്ട് ബസ്സിൽ കയറാൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറാൻ പ്രത്യേകം ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. എൻട്രിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് മതിയാകും. നെയ്യാർ ഡാമിലെ ആകർഷണങ്ങളിലൊന്നായ ശുദ്ധജല അക്വേറിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്ര മത്സ്യത്തിൻ്റെ അതായത് സ്റ്റാർ ഫിഷ് മോഡലിലാണ് അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അക്വേറിയത്തിൽ ഏകദേശം 75 ഗ്ലാസ് ടാങ്കുകളിലായാണ് മത്സ്യത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ ചുവരിൽ നല്ല ആർട്ട് വർക്കുകൾ കാണാൻ കഴിയും. ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ മിനിയേച്ചർ വാട്ടർഫാളും കടൽ ജീവികളുടെ മാതൃകകളുമാണ്. കേരളത്തിൻ്റെ സ്വന്തം അലങ്കാര മത്സ്യമായി കണക്കാക്കപ്പെടുന്ന മിസ് കേരളയും ദൈവത്തിൻ്റെ സ്വന്തം മത്സ്യമെന്ന് വിളിക്കപ്പെടുന്ന അരോവാനിയും ഇവിടെയുണ്ട്. ഗൈസ്, ആ കാണുന്നതാണ് അഗസ്ത്യമല. നെയ്യാർ ഡാമിലെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ പശ്ചിമഘട്ടത്തിലെ 2ാമത്തെ വലിയ കൊടുമുടിയായ അഗസ്ത്യമലയും നെയ്യാർ ഡാമും നെയ്യാർ റിസർവോയറും ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയും. വാച്ച് ടവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഡാമിൻ്റെ മുകളിലെത്തി ഗൈസ്. ഇതിനടിയിലായിട്ടാണ് ഡാമിൻ്റെ 4 ഷട്ടറുകൾ പണിതിരിക്കുന്നത്. ഡാമിൻ്റെ ഷട്ടർ പൊക്കുന്നതിനുള്ള ലിവറും കാര്യങ്ങളുമൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാണാൻ കഴിയും. എനിക്ക് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നടന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ കൂടെ ഉള്ളവന്മാർ സമ്മതിക്കുന്നില്ല. ഇവിടെയാണ് നെയ്യാർ റിസർവോയർ അവസാനിക്കുന്നത്. നെയ്യാർ ശുദ്ധജല അക്വേറിയത്തിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് ഇവിടെയുള്ള അലിഗേറ്റർ ഗ്യാർ, വെള്ളിസ്രാവ്, ഷ്മിഡ്, ഷോവൽ നോസ്, ക്യാറ്റ്ഫിഷ് എന്നിവ. അക്വേറിയത്തിൽ 50ഓളം ശുദ്ധജല മത്സ്യങ്ങളുണ്ട്. ഇവിടെ മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ കാണാനും പഠിക്കാനുമായി പ്രതിദിനം 200-ൽ പരം സന്ദർശകരാണ് അക്വേറിയത്തിൽ വന്നു പോകുന്നത്. 2012-ൽ ഫിഷറീസ് വകുപ്പിൻ്റെ സാന്നിധ്യത്തിൽ തുറന്നു പ്രവർത്തിച്ച ഈ അക്വേറിയത്തിൻ്റെ മെയിൻ്റനൻസ് ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള അക്വാകൾച്ചർ ഏജൻസിയാണ് ചെയ്യുന്നത്. നെയ്യാർ ഡാമിലെ ആകർഷണങ്ങളിലൊന്നായ തുറന്ന ജയിലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1962 ഓഗസ്റ്റ് 8-ന് സ്ഥാപിതമായ കാട്ടാക്കടയിലെ നെട്ടുകൽത്തേരി തുറന്ന ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എന്നറിയപ്പെടുന്നു. നെയ്യാർ ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ജയിലിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്
367 അന്തേവാസികളുണ്ട്. 472 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഈ ജയിൽ സമുച്ചയത്തിൽ പതിവ് ജയിൽ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിക്ക് പ്രാധാന്യം നൽകി വരുന്നു. ഇവിടെ 5 ഏക്കറിലായി പയർ, പാവൽ, പടവലം, വെണ്ട, വെള്ളരി, വഴുതന, മുളക്, ബീൻസ് എന്നിവ കൃഷി ചെയ്യുന്നു. 2018-ൽ 1.5 കോടി രൂപയുടെ പച്ചക്കറിയാണ് ഇവിടെ നിന്നും വിറ്റുപോയത്. ജൈവ രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈടെക് കൃഷി രീതിയാണ് ഇവിടെ നടത്തുന്നത്. ജയിലിലെ അന്തേവാസികളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരിലെ കലാവാസനകൾ, സാമൂഹ്യബോധം, സ്വയം തൊഴിൽ പര്യാപ്തത എന്നിവ ഉയർത്തിക്കൊണ്ടുവരുന്ന നിരവധി പദ്ധതികൾ ചെയ്തു വരുന്നു. ഗൈസ്, നെയ്യാർ ഡാമിൻ്റെ പ്രത്യേകതകളും ചരിത്രവും ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് അഭിപ്രായം രേഖപ്പെടുത്താനും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറയാനും മടിക്കരുത്. എന്നാലേ അടുത്ത വീഡിയോ ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയൂ. പിന്നെ വീഡിയോ കട്ടയ്ക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ പേജ്, ടെലിഗ്രാം പേജ് എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതോടെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ശരി എന്നാൽ ഗൈസ്, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.